എല്ലാവർക്കും നമസ്കാരം. കപ്പഡോക്യയിലെ സന്ദർശനം കഴിഞ്ഞ് നമ്മൾ പെഗാസസ് എയർവേസിൽ അന്റാലിയയിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. താഴെ മെഡിറ്ററേനിയൻ സമുദ്രവും അന്റാലിയയുടെ ഭാഗങ്ങളും നമുക്ക് കാണാം. വിമാനം അന്റാലിയയിലേക്ക് താഴ്ന്നു പറക്കുമ്പോൾ നഗരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ദൃശ്യമാവുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിൻ്റെ സമീപത്തുള്ള അതിമനോഹരമായ ഒരു പട്ടണമാണ് അന്റാലിയ. തുർക്കിയിലെ തന്നെ വളരെ പ്രമുഖമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. അന്റാലിയ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിൽ നമ്മളെത്തി. ഡൊമസ്റ്റിക് പാസഞ്ചർ ആയതിനാൽ വേറെ നടപടിക്രമങ്ങളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് പുറത്തിറങ്ങി നമ്മൾ ഹോട്ടലിലേക്ക് പോയി. ലാറ ബീച്ചിനടുത്തുള്ള ലാറ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ലാറ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഒരു ക്ലിഫിൻ്റെ അറ്റത്താണ്. ഹോട്ടലിന് താഴെയായിട്ട് അതിമനോഹരമായ ബീച്ച് കാണാം. ഈ മെഡിറ്ററേനിയൻ കടലിനെ എത്ര നോക്കി നിന്നാലും നമുക്ക് മതി വരികയില്ല. അത്ര മനോഹരമാണ് അതിൻ്റെ ആദ്യത്തെ കാഴ്ചകൾ തന്നെ. ഹോട്ടലിലെ ചെക്കിൻ നടപടികളൊക്കെ പൂർത്തിയാക്കി തൊട്ടടുത്തുള്ള ഡൂഡൻ പാർക്കിലേക്ക് നടന്നു. വളരെ പ്രശസ്തമാണ് ലോവർ ഡൂഡൻ പാർക്ക് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം. ഡൂഡൻ നദി മെഡിറ്ററേനിയൻ കടലിലേക്ക് വന്നു ചേരുന്ന സ്ഥലമാണ് ഈ ഡൂഡൻ പാർക്ക്. മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഉദ്യാനമാണ്. സമയം അധികം വൈകിട്ടില്ല, ഏകദേശം 3 മണിയായിട്ടേ ഉള്ളൂ. ഡൂഡൻ പാർക്കിലെ കാഴ്ചകളൊക്കെ കൊണ്ട് ചുറ്റി നടന്നു. ധാരാളം ഉല്ലാസ നൗകകളൊക്കെ ഈ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക നൗകകളാണ് അതെല്ലാം. പാർക്ക് ക്രോസ് ചെയ്ത് ഞങ്ങൾ ഡൂഡൻ പുഴയുടെ സൈഡിലേക്ക് നടന്നു. ഡൂഡൻ നദിക്ക് കുറുകെയായിട്ട് ചെറിയൊരു പാലം കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഡൂഡനിലെ ഈ ലോവർ വെള്ളച്ചാട്ടം തുടങ്ങുന്നത്. വെള്ളത്തിൻ്റെ കളറെല്ലാം വളരെ മനോഹരമാണ്. അത് നമുക്ക് എത്ര ഫോട്ടോ എടുത്താലും മതിയാകാത്ത തരത്തിലുള്ള ഒരു നിറങ്ങളുടെ വിസ്മയമാണ് ഈ കടലും അതിനോടനുബന്ധിച്ചുള്ള ഈ വെള്ളച്ചാട്ടവും എല്ലാം. ഇപ്പോൾ പാർക്കിൽ സഞ്ചാരികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ധാരാളം കുടുംബങ്ങളും കുട്ടികളും എല്ലാം വന്ന് അവരുടെ വീക്കെൻഡുകൾ ചെലവഴിക്കുന്ന സ്ഥലമാണ് പാർക്ക്. ഈ ചൂട് വളരെ കൂടി നിൽക്കുന്ന, ഹ്യൂമിഡിറ്റി വളരെയുള്ള ഈ സമയത്തും ഈ കടലിലേക്ക് ഇങ്ങനെ വെള്ളം പതിക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. നമ്മൾ പല ആംഗിളിൽ നിന്നും ധാരാളം പടങ്ങളൊക്കെ പകർത്തിയെടുത്തു. അതിനുശേഷം അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി പാർക്കൊന്ന് മുഴുവനായിട്ട് തന്നെ ആസ്വദിക്കാൻ തീരുമാനിച്ചു. ഡൂഡൻ പാർക്കിന് നടുക്കായിട്ട് തന്നെ ഒരു ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. ഡൂഡൻ പാർക്ക് എന്ന് തന്നെ പല കളറിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഡൂഡൻ നദിയുടെ കരയിലൂടെ കുറച്ച് ദൂരം നടന്നു. ഈ നദിയുടെ കരയിലായിട്ട് ഒരു റെസ്റ്റോറൻറ്റുകളുടെ എല്ലാം ഒരു സംശയമുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. സംഗീതം ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭക്ഷണവുമായിട്ട് ഹുസൈൻ എത്തി. ഹുസൈൻ പരിചയപ്പെടേണ്ട ഒരു കഥാപാത്രമാണ്. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഹുസൈൻ അങ്കാരക്കാരനാണ്. അദ്ദേഹം അന്റാലിയയിൽ വന്ന് ഇവിടെ കല്യാണം കഴിച്ച് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് നടത്തുന്നതിനൊപ്പം മറ്റ് റെസ്റ്റോറൻറ്റുകളിലെല്ലാം സഹായിക്കുന്നുണ്ട്. ഹുസൈൻ ഇവിടെ വരുന്നവർക്ക് വലിയൊരു വഴികാട്ടിയും സഹായവുമാവും
എന്നുള്ളത് ഉറപ്പിച്ച് പറയാം. പിറ്റേ ദിവസം കാലത്ത് നമ്മൾ ബസ്സിൽ കയറി ഡൗൺ ടൗണിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. ഈ ഡൗൺ ടൗണിൻ്റെ ഭാഗത്തായിട്ട് വളരെ ചരിത്ര പ്രധാനമുള്ള രസകരമായ കുറേ കാഴ്ചകളുണ്ട്. ഇവിടേക്ക് പോകാനായിട്ട് നമുക്ക് എളുപ്പം ഒന്നില്ലെങ്കിൽ ടാക്സി വിളിക്കാം, അല്ലെങ്കിൽ ബസ്സിന് പോയിട്ട് കുറച്ച് ദൂരം നടക്കാം. ഞങ്ങളങ്ങനെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് വളരെ പതുക്കെ നടന്ന് 1898 സ്ഥാപിതമായ അൻഡാലിയിലെ ഹൈസ്കൂളാണത്. അഡ്രിയാൻസ് ഗേറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. റോമൻ ചക്രവർത്തി പോലെ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് പണികഴിപ്പിച്ച അതിബൃഹത്തായ അതിമനോഹരമായ ഒരു വിജയ കവാടമാണ് ഈ ഹാദ്രിയാൻസ് ഗേറ്റ്. ഇത് 3 ഗേറ്റ്സ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. മാർബിളിൽ തീർത്ത ഒരു ഗേറ്റാണ്. കളറൊക്കെ വളരെ പൗരാണികമായതിനാൽ തന്നെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഗേറ്റിൻ്റെ തൂണുകളും അകവശത്തും എല്ലാം പ്രത്യേകം കൊത്തുപണികൾ ചെയ്തിരിക്കുകയും ആ പഴയ കല്ലുപാകിയ നിലമെല്ലാം അതേപടി തന്നെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അഡ്രിയാൻ സ്ക്വയറിൽ നമ്മൾ നിന്ന് ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അധികവും റോമൻ കാലത്തെ നിർമ്മിതികളും അന്നത്തെ കാലത്തെ പഴയ തെരുവുകളും കാണാൻ പറ്റും. മനോഹരമായി കല്ലുപാകി നിരപ്പാക്കിയ ചെറിയ തെരുവുകളാണ്. നല്ല ചൂടാണ് ഇവിടെയെല്ലാം. ചൂട് കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചിലരെല്ലാം വസ്ത്രങ്ങളൊക്കെ കുറച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഏറ്റവും കുറവ് വസ്ത്രം ധരിക്കുക എന്ന ഒരു സ്റ്റൈലിലേക്ക് പലരും മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നടന്നെത്തിയത് അൻഡാലിയ ക്ലോക്ക് ടവറിലേക്കാണ്. AD 800-കളിൽ പണിത ക്ലോക്ക് ടവറാണിത്. ഒരു പെൻറ്റഗൺ ഷേപ്പിലാണ് ഈ ക്ലോക്ക് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ലോക്ക് ടവറിൻ്റെ പരിസരങ്ങളും ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ചെറിയ സ്ക്വയറായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളെല്ലാം പ്രവർത്തന സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ വിസിറ്റേഴ്സ് വളരെയധികം ഉണ്ടാവും. ഒരു ചൂട് കൂടുതലുള്ളതുകൊണ്ട് ആൾക്കാർ കുറവാണ് താരതമ്യേന. ഇത് ക്ലോക്ക് ടവറിനോട് ചേർന്നുള്ള ഒരു സ്ക്വയറാണ്. ഇവിടെ ഒരു റോമൻ എംപററുടെ പ്രതിമയെല്ലാം വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഈ റോമൻ ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഇങ്ങനെ പ്രത്യേകം സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പഴയ റൂയിൻസിൻ്റെ ഒക്കെ മീതെ നമുക്ക് നടന്ന് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിരി മിനാരത്ത് എന്നറിയപ്പെടുന്ന ഫ്ലൂട്ട് ഷേപ്പിലുള്ള ഒരു ഗോപുരമാണത്. ഫ്ലൂട്ട് ഷേപ്പിലുള്ള ഇവിരി മിനാരത്തിനോട് ചേർന്നുള്ള ഒരു മദ്രസയാണിത്. അന്നത്തെ മോസ്കിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്ന ഒരു പഠന കേന്ദ്രം കൂടിയാണിത്. ഇന്നിപ്പോൾ ഇതൊരു ലോക്കൽ മാർക്കറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ മദ്രസയുടെ അകം മുഴുവൻ ഇപ്പോൾ നമ്മൾ ഡ്രസ്സുകളും മറ്റു സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ലോക്കൽ മാർക്കറ്റാക്കി ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ മദ്രസയുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മദ്രസയുടെ ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ കാണാം. ഈ എവിലി മിനാരത്തിനോട് അനുബന്ധിച്ച് തന്നെ ഒരു മോസ്ക് ഉണ്ട്. മോസ്കിൽ നമുക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഈ മോസ്ക് ഇപ്പോഴും പുതിയതായിട്ട് പുതുക്കി പണിതിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ പൗരാണികമായിട്ടുണ്ടായിരുന്ന ഒറിജിനൽ മോസ്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചില്ലിട്ടിട്ട് നമുക്ക് താഴെ കാണാൻ പറ്റും. ധാരാളം നാളുകളിലൂടെ വെള്ളം വന്ന് വലിയ പാത്രത്തിലും മറ്റും ശേഖരിക്കുന്ന വിധത്തിലുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ കാണുന്നത്. മോസ്കിൻ്റെ പുതിയ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ സവിശേഷമായിട്ട് ഈ തുർക്കിയിൽ കാണുന്ന തരത്തിലുള്ള വലിയ ഡോം ഷേപ്പിലുള്ള ഒരു പ്രധാനവും 2 സബ് ഡോമുകളൊക്കെ ആയിട്ടുള്ള നിർമ്മിതി തന്നെയാണ്. അവിടെ നമ്മൾ കുറച്ച് ഉൾതെരുവുകളിലൂടെ നടന്നു. ഏത് തെരുവുകളിലൂടെ നടന്നാലും ഈ ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള കഫേകളും ഹോട്ടലുകളും ധാരാളം കടകളുമാണ് തുർക്കിയിലുടനീളം നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കാണുന്നത്. ഇവർ ടൂറിസ്റ്റുകളിൽ നിന്ന് എന്തോരം വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ള കച്ചവടങ്ങൾ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ പോകണം. നമ്മുടെ കൊച്ചിയിലും മറ്റും നടന്നു കഴിഞ്ഞാൽ എത്ര കടകളുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം തുറന്നിരിക്കുന്നത്? 1 or 2 ചില കരകൗശല വസ്തുക്കളുടെ കടകൾ മാത്രം കാണും. പക്ഷെ തുർക്കിയിലുടനീളം നമുക്ക് ഇത്തരത്തിലുള്ള കടകൾ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ.
എങ്ങനെയാണ് ടൂറിസത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ഇവരെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ നിന്ന് നടന്നെത്തിയത് ബ്രോക്കൺ മിനാറത്ത് എന്നറിയപ്പെടുന്ന ഒരു വലിയ മിനാരമുള്ള മോസ്കിൻ്റെ അടുത്തേക്കാണ്. പണ്ടായിരുന്നത് തകർന്നു കിടന്നിരുന്നത്, ഇപ്പോഴും അതെല്ലാം പുതുക്കി പണിത് ആധുനിക രീതിയിൽ തന്നെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. മുമ്പ് തകർന്നു കിടന്നിരുന്നതുകൊണ്ടാണ് ഇതിനെ ബ്രോക്കൺ മിനാറത്ത് എന്ന് വിളിച്ചിരുന്നത്. ബ്രോക്കൺ മിനാറത്തിൻ്റെ പള്ളിയുടെ ഉൾവശത്തേക്ക് നടന്നു. അവിടെയും ധാരാളം പുതിയ കൂട്ടിച്ചേർക്കലുകളെല്ലാം നടത്തിയിട്ടുണ്ട്. പുതിയ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് കാർപ്പറ്റെല്ലാം ഇട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ചില സൈഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെയെല്ലാം ഈ പഴയ പള്ളിയുടെ അല്ലെങ്കിൽ പഴയ റോമൻ നിർമ്മിതികളുടെ എല്ലാ അവശിഷ്ടങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ പല ഭാഗങ്ങളും ചില്ലിട്ട് പണ്ട് ഉത്ഖനനം നടത്തിയ സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാം. താഴെ അതിങ്ങനെ ഉണ്ടായിരുന്ന പഴയ പള്ളിയുടെ അല്ലെങ്കിൽ പഴയ നിർമ്മിതികളുടെ മുകളിലായിട്ടാണ് പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ എല്ലാവരും ചില്ലിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് ഇപ്പോൾ ഒരു പുതിയ ആരാധനാലയമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേക കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ മസ്ജിദിൻ്റെ അകത്ത് വളരെ സുഖകരമായ ഒരു തണുപ്പാണ്. നമുക്കതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ നേരം ചെലവഴിക്കാൻ തോന്നും. നമുക്കിനിയും ധാരാളം കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് കടന്നു. നമ്മൾ ഇപ്പോഴെത്തിയിരിക്കുന്നത് കനാലിയോഗ്ലു പാർക്കിൻ്റെയും അതിനോടനുബന്ധിച്ചുള്ള ചതുരത്തിൻ്റെയും അടുത്താണ്. മെഡിറ്ററേനിയൻ്റെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് നൽകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ സിറ്റിയുടെ നല്ലൊരു പ്രധാന ഭാഗങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ മെഹമ്മദ് അക്സോ എന്ന ശില്പി രൂപകൽപ്പന ചെയ്ത വളരെ പ്രശസ്തമായ ഒരു നിർമ്മിതിയുണ്ട്. നാസി ഹിക്മത്ത് എന്ന പോയറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോണുമെൻ്റ് കൂടിയാണ് ഈ ശില്പം. തൻ്റെ കവിതകളുടെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട ഒരു കവിയാണ് ഈ നാസിം ഹിക്മത്ത്. അദ്ദേഹത്തിൻ്റെ കവിതകളാണ് ഈ ശില്പത്തിൽ അധികവും ആലേഖനം ചെയ്തിരിക്കുന്നത്. ധാരാളം മരങ്ങളും പൂച്ചെടികളും ഒക്കെ ഉള്ള പാർക്ക്. ഇങ്ങനെ കടലിൻ്റെ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് വളരെ രസകരമായ ഒരനുഭവമാണ്. പാർക്കിൻ്റെ പല ഭാഗങ്ങളിലും ധാരാളം ശില്പങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പാർക്കിൽ നിന്ന് നന്നായിട്ട് കറങ്ങിയ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് പോയി. ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യസ്ഥാനം വളരെ പ്രശസ്തമായ ഒരു സാൻഡ് മ്യൂസിയം കാണുക എന്നുള്ളതാണ്. ഇതിനെ സാൻഡ് മ്യൂസിയം എന്നാണോ പറയേണ്ടത് അതോ സാൻഡ് ഡിസ്പ്ലേ എന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല. കും ഹൈക്കൽ മ്യൂസിയം എന്ന് പറയപ്പെടുന്ന ഇവിടെ എത്തി. ഇപ്പോഴത്തെ ഈ സാൻഡ് മ്യൂസിയത്തിലെ തീം സ്പേസ് ആണ്. ഇവിടെ കാണുന്ന എല്ലാം തന്നെ മണൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ അന്റാലിയയുടെയും തുർക്കിയുടെയും പല ഭാഗങ്ങളിൽ നിന്നുള്ള മണലുകൾ കൊണ്ടുവന്നിട്ടാണ് ഇത് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 7000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലായിട്ടാണ് ഈ സാൻഡ് ഡിസ്പ്ലേ ഒരുക്കിയിരിക്കുന്നത്. 30 അടി വരെ ഉയരമുള്ള ശില്പങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം വെറും മണലും വെള്ളവും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്കറിയാം യൂറി ഗഗാരിൻ മുതൽ എല്ലാ ഗഗന സഞ്ചാരികളും ഇതിനകത്തുണ്ട്. ഈ ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇതിൻ്റെ തീം മാറ്റും. ഇപ്പോഴും നമുക്ക് കാണുന്ന തീമാണ്
സ്പേസ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ മറ്റു പല തീമുകളിലേക്കും ഒരു മാറുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സഞ്ചാരികൾക്ക് എപ്പോഴും വിസിറ്റ് ചെയ്യുമ്പോൾ പല തീമുകളായിരിക്കും ഇവിടെ ലഭിക്കുന്നത്. ഓരോ നിർമ്മിതിയുടെയും ചുവട്ടിൽ അതിൻ്റെ പ്രത്യേകതകളും, അത് എന്ത് തരം റോക്കറ്റാണ്, എന്തിനു ഉപയോഗിച്ചതാണ്, ആരാണ് അതിൽ യാത്ര ചെയ്തത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്പേസ് സയൻസിനോട് താല്പര്യമുള്ളവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ ഉള്ളത്. ഇതോടനുബന്ധിച്ച് തന്നെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളുടെ ദൃശ്യങ്ങളും സിനിമകളിൽ നിന്നുള്ള രംഗങ്ങളും ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. പ്രശസ്ത ചലച്ചിത്രങ്ങളായ സ്റ്റാർ വാർസ്, അവതാർ, മാർഷ്യൻ തുടങ്ങിയ ചില രംഗങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ മണലുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. സ്പേസിൻ്റെ പുരാതന ചരിത്രം മുതൽ മനുഷ്യൻ എങ്ങനെയാണ് പറക്കാൻ ആഗ്രഹിച്ചെന്നുള്ളത് മുതൽ ആധുനികമായ സ്പേസിൻ്റെ ചരിത്രം വരെയുള്ള കാര്യങ്ങൾ, കഥകളും മിത്തുകളും യാഥാർത്ഥ്യങ്ങളും എല്ലാം കിട്ടുവാണെന്നിട്ടുള്ള നിർമ്മിതികളും ഇവിടെ കാണാം. രസകരമായ ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. കാരണം വളരെ പെർഫെക്ഷനോടുകൂടി തന്നെ അത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. ആധുനിക തുർക്കിയുടെ സ്ഥാപകനായ അത്താതുർക്കിൻ്റെ ഒരു അർദ്ധകായ പ്രതിമയും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ എത്തിയത് ഇൻവെർട്ടഡ് ഹൗസ് എന്നറിയപ്പെടുന്ന ഒരു തലതിരിഞ്ഞ തലകുത്തിയ വീടിൻ്റെ അടുത്തേക്കാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടി അവരെ മോഹിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവരെ രസിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ്. കുട്ടികൾക്ക് കയറി കളിക്കാവുന്നതാണ്. ഇതുപോലത്തെ നമ്മൾ മറ്റു പല സിറ്റികളിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറണ്ട എന്ന് തീരുമാനിച്ചു. ഇവിടെ കുറച്ച് അകലെയായിട്ട് ഒരു ശനിയാഴ്ച മാർക്കറ്റുണ്ട്. ശനിയാഴ്ചയിൽ മാത്രം തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റുള്ള ദിവസങ്ങളിൽ ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇതിവിടുത്തെ നാട്ടുകാരുടെ ഉദ്ദേശമുള്ളതാണ് പ്രധാനമായിട്ടും. ധാരാളം തുണിത്തരങ്ങളും ചെരുപ്പുകളും ബാഗുകളും മറ്റുമൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. മാർക്കറ്റിൻ്റെ പുറത്ത് തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണാം. നമ്മൾ മാർക്കറ്റ് ലക്ഷ്യമായിട്ട് നടന്നു. മാർക്കറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ധാരാളം തുണിത്തരങ്ങളുടെ എല്ലാം ഡിസ്പ്ലേ ഉണ്ട്. ഇതാണ് മാർക്കറ്റിൻ്റെ പ്രവേശന കവാടം. ഇത് വളരെ വളരെ വലിയൊരു മാർക്കറ്റ് ഏരിയയാണ്. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നത് 1 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഇത് പരന്നു കിടക്കുന്നുണ്ട്. എല്ലാ ബ്രാൻഡുകളുടെയും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ വിലയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഷോറൂമുകളിൽ കിട്ടുന്നതിന് വില കുറവിൽ കിട്ടും. ഒരു ഫസ്റ്റ് കോപ്പി എന്നൊക്കെ പറഞ്ഞാലും സാധനങ്ങളെല്ലാം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇവിടെ എന്ത് കറങ്ങി കാണുക എന്നുള്ളത് രസകരമായ ഒരു അനുഭവമായിരിക്കും. ഇവിടെ നിന്നൊരു ബസ് പിടിച്ച് നമ്മൾ നേരെ പോയത് നമ്മളുടെ ഹോട്ടലിലേക്കാണ്. അവിടെ ഹോട്ടലിൻ്റെ താഴെ ക്ലിഫിൽ നമുക്കൊരു ഹോട്ടലിനോട് ചേർന്നുള്ളൊരു ബീച്ചുണ്ട്. ഹോട്ടലിലുള്ളവർക്ക് മാത്രമായിട്ട് ആക്സസ് ഉള്ളൊരു ബീച്ചാണ്. പക്ഷെ കുത്തനെയുള്ള ഒരു ഇറങ്ങി വേണം ഈ ബീച്ചിലേക്ക് എത്താനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടലിൽ നിൽക്കുന്നത് ഒരു വലിയ മുനമ്പിൻ്റെ മുകളിലാണ്. അവിടെ നിന്ന് നല്ല ഒരു ദൂരം താഴേക്ക് നമ്മൾ കുത്തനെ ഇറങ്ങി വേണം ബീച്ചിലെത്താൻ. ബീച്ചിൽ തണുത്ത വെള്ളത്തിൽ എത്ര നേരം കടന്നാലും നമുക്ക് മതിയാവുകയില്ല. അധികം താഴ്ചയൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ്. എന്നാലും നമുക്ക് രസകരമായിട്ട് അവിടെ എൻജോയ് ചെയ്യാം. സമയം വൈകുന്നേരം ഒരു 7:30 മണിയായിട്ടുണ്ട്. 8 മണി വരെ മാത്രമേ നമുക്ക് ഹോട്ടലിലുള്ളവർക്ക് ഈ ബീച്ചിൽ കുളിക്കാൻ പറ്റുള്ളൂ. എങ്കിലും നമ്മൾ പരമാവധി സമയം അതിനകത്ത് ചെലവഴിച്ചു. തിരികെ റൂമിലേക്ക് പോയി. നാളെ കാലത്ത് നമുക്ക് അനേകം പരിപാടികളുണ്ട്. കാലത്ത് തന്നെ നമ്മൾ ഒരു ഊബർ വിളിച്ചു. തോഗ്ര എന്ന പേരുള്ളൊരു വല്യപ്പനാണ് വന്നത്. അദ്ദേഹത്തിന് നമ്മൾ ഇപ്പോൾ പോകുന്നത് പെർജ് എന്ന് ഉള്ള ഒരു പുരാതന നഗരം കാണുന്നതിനാണ്. ഈ പെർജ് ആക്ച്വലി റോമൻസിനൊക്കെ വളരെ മുമ്പ് തന്നെ സ്ഥാപിതമായ ഒരു സ്ഥലമാണ്.
അലക്സാണ്ടർ ദ ഗ്രേറ്റ് എല്ലാം ഇതിലെ പടയോട്ടം നടത്തിയിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്. പെർജിലുള്ള അതിവിശാലമായ ഒരു സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. പെർജിൽ ധാരാളം റോമൻ റൂയിൻസ് ഉണ്ട്. ഈ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരുന്ന കവാടങ്ങളാണ്. ഇത്തരത്തിലുള്ള കവാടങ്ങൾ നമ്മൾ റോമിലെ കൊളോസിയത്തിനും മറ്റും കണ്ടിട്ടുണ്ട്. സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയ ഒരു ഓപ്പണിംഗ് ആയിട്ട് തുറക്കുന്നു. ഇവിടെ മുഴുവൻ ഈ റോമൻ കാലത്തെയും അതിപുരാതനമായ അവശിഷ്ടങ്ങളെല്ലാം ഉണ്ട്. പുലേ ടവർ എന്നറിയപ്പെടുന്ന ഒരു നിരീക്ഷണ ഗോപുരമായിരുന്നു നേരത്തെ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വലിയ ബസിലിക്കയുടെ അവശിഷ്ടങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. 4-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു ക്രിസ്ത്യൻ ബസിലിക്കയാണ് ഈ കാണുന്നത്. ഇനി നേരെ കാണുന്നതാണ് അതിൻ്റെ പ്രധാന ഭാഗം, പ്രധാന മദ്ബഹ. 2 വശങ്ങളിലും മദ്ബഹയോട് ചേർന്നുള്ള റൂമുകളെല്ലാം ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിയുടെ സമയത്ത് നിക്കാസോനോദോസിനോടനുബന്ധിച്ചൊക്കെ ഈ ദേവാലയം ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സെന്റ് പോള് ഇവിടെ വന്നിട്ടുണ്ട്. അക്സു നദിയിൽ വന്ന സെന്റ് പോള് അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ബസിലിക്കയിൽ നിന്നിരുന്ന സ്ഥലത്ത് വന്നിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീടാണ് ഈ സ്ഥലം ഒരു ബസിലിക്കയായിട്ട് പുനർനിർമ്മിച്ചത്. സദേൺ ബസിലിക്ക ഗുനൈ എന്നും കൂടി ഇത് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോയത് AD 138 ഉണ്ടായിരുന്ന ഒരു വലിയ റോമൻ നിർമ്മിതിയിലേക്കാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തോ വലിയ കൊട്ടാരത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു. അതായത് ഒരു ഷോപ്പിംഗ് മാളായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇതിന് നടുക്കായിട്ട് തന്നെ ഒരു വലിയ കുളമായിരിക്കണം എന്നാണ് കരുതപ്പെടുന്നത്. കാരണം അതിന് ചുറ്റും ധാരാളം വെള്ളം വരുന്നതിനുള്ള നാളികൾ കാണാൻ പറ്റുന്നുണ്ട്. ഹെലനിസ്റ്റിക് ഗേറ്റ് എന്നറിയപ്പെടുന്ന വലിയ കവാടമാണത്. നമ്മൾ കണ്ട ഈ മാർക്കറ്റിലേക്കുള്ള ഒരു കവാടം കൂടിയാണ് ഇത്. ഇവിടെ നിന്ന് കുതിരവണ്ടികളിലൊക്കെ പോയിരുന്ന ഒരു സ്ട്രീറ്റാണ്. ഈ സൈഡിൽ കാണുന്ന കെട്ടുകളെല്ലാം തന്നെ കടകളായിരുന്നു. ചരിത്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ധാരാളം കൗതുകകരമായ അറിവുകൾ നൽകുന്ന ഒരു സ്ഥലമാണിത്. ഇത്ര വിശാലമായിട്ടും പ്ലാനിങ്ങോടുകൂടി അന്നത്തെ കാലഘട്ടങ്ങളിലെല്ലാം ഇതുപോലെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ചില വലിയ ജലനാളികളും മറ്റും കൂടിയുണ്ട്. ഇത് നമ്മൾ ഈ ഹെലനിസ്റ്റിക് ഗേറ്റിൻ്റെ ഉൾവശമാണ്. ഇതൊരു നിരീക്ഷണ ഗോപുരം കൂടിയായിരുന്നു, ശത്രുക്കളെ തടുക്കാനും മറ്റുള്ളത്. ഇതിൻ്റെ ചില നിരീക്ഷണ സംവിധാനങ്ങൾ മറ്റെല്ലാ കോട്ടകളിലും കാണുന്ന പോലെ പുറത്തു നിന്ന് വളരെ നേരിയ ഒരു നാളി പോലെയാണ്. ഇവിടെ നിന്നകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനോടനുബന്ധിച്ച് പ്രശസ്തമായ റോമൻ ബാത്ത് ഹൗസുകളുണ്ട്. റോമൻ കുളിപ്പുരകൾ എന്നറിയപ്പെടുന്ന ബാത്ത് ഹൗസുകളുണ്ട്. വളരെ വിശാലമായ ബാത്ത് ഹൗസുകളാണ്. ഈ കോട്ടയ്ക്ക് കാവലായിട്ട് ചില ശ്വാനന്മാരൊക്കെ അവിടെ കിടപ്പുണ്ട്. വലിയൊരു ഏരിയയിലായിട്ട് ഇങ്ങനെ ഈ പെർജ് സിറ്റി പരന്നു കിടക്കുകയാണ്. സിറ്റിയുടെ നമ്മൾ വിസിറ്റ് ചെയ്ത വശത്തിൻ്റെ റോഡിൻ്റെ എതിർവശത്ത് നമുക്ക് വീണ്ടും റോമൻ റൂയിൻസ് കാണാം. ഇവിടെ നിന്ന് നമ്മളൊരു ഊബർ വിളിച്ച് പോയത് ഒരു പൗരാണികമായ ഗുഹ കാണുന്നതിന് വേണ്ടിയാണ്. ഈ ഗുഹ ഒരു വലിയ മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നാച്ചുറലായിട്ട് രൂപം കൊണ്ടൊരു ഗുഹയാണ്. നമ്മൾ കപ്പഡോക്കിയയിൽ കണ്ട പോലുള്ള ഗുഹകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഗുഹയാണ്. ഇതൊരു ആരാധനാലയം കൂടിയായിരുന്നു, പള്ളിയായിരുന്നു. 1947 ഇത് കണ്ടെടുത്തത്. ഗുഹയുടെ ആകമൊക്കെ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ ശ്രദ്ധിച്ചു വേണം നമുക്ക് നടക്കാനായിട്ട്. പല സ്ഥലത്തും വഴുക്കിലുള്ള പാറകളാണ് ഉള്ളത്. ചില സഞ്ചാരികളൊക്കെ ഇത്ര ഉയരത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഫിസിക്കലി ചലഞ്ചിങ് ആണ് ഈ കയറ്റം. നല്ല കയറുവാൻ തയ്യാറുള്ള ആൾക്കാർ മാത്രം ഇത് വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്താൽ മതി.
ഈ പാറകളുടെ മനോഹരമായ ഫോർമേഷനുകളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഗുഹയുടെ അകം നല്ല ഈർപ്പവും തണുപ്പുമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കയറ്റം കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ക്ഷീണം തീർക്കുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് നീങ്ങും. ഗുഹയുടെ ചില ഭാഗങ്ങളിലെല്ലാം ധാരാളം ബാറ്റ് വവ്വാലുകളുണ്ട്. താഴെ നമുക്ക് ധാരാളം കൃഷിയിടങ്ങൾ കാണാം. നമ്മൾ അവിടെ നിന്ന് വീണ്ടും എത്തിയത് ഡൂഡൻ പാർക്കിൻ്റെ അപ്പർ പാർക്ക് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. നമ്മൾ ആദ്യം കണ്ടത് ഡൂഡൻ്റെ ലോവർ പാർക്കായിരുന്നു. ഇത് ഇവിടെയാണ് ഡൂഡൻ്റെ അപ്പർ പാർക്ക്. ഇത് നമ്മളുടെ ഡൂഡൻ പാർക്കിൽ നിന്നും വളരെ വളരെ അകലെയാണ്. പക്ഷെ ഇത് അറിയപ്പെടുന്നത് ഡൂഡൻ അപ്പർ പാർക്ക് എന്നാണ്. ഇവിടെ നിന്നാണ് ഡൂഡൻ നദിയുടെ ഒരു തുടക്ക സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ചില ഗുഹകൾ ഇവിടെയുണ്ട്. അതിനകത്ത് നിറയെ വവ്വാലുകളാണ്. ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷേ ഈ ചൂട് സമയത്തുകൊണ്ട് വെള്ളം അധികം ഇല്ല. പക്ഷെ വളരെ മനോഹരമായിട്ട് ആ സ്ഥലം മുഴുവൻ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ ഒരു നല്ല ഫോട്ടോ പോയിന്റ് കൂടിയാണ് ഈ ഡൂഡൻ അപ്പർ പാർക്ക്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പുറകിലേക്ക് ചെല്ലുവാൻ പറ്റും. നല്ല രീതിയിൽ കൈവരിയെല്ലാം കെട്ടി അവിടെയെല്ലാം സേഫാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ഒരു ഇടനാട് പോലുള്ള ഈ ഗുഹയിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ പുറകിൽ ചെല്ലാൻ പറ്റും. ഇവിടെയും ഗുഹയുടെ അകത്ത് വളരെ നാച്ചുറലായിട്ടുള്ള റോക്ക് ഫോർമേഷൻസും ഈർപ്പവും എല്ലാം കൊണ്ട് ചേർന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത്. ഈ വെള്ളച്ചാട്ടം കൂടാതെ ഇവിടെ ഒരു പാർക്കും ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഏരിയ എല്ലാം ഉണ്ട്. ഇവിടെ ചില പുരാതനമായ ഒലിവ് ഓയിൽ ഉണ്ടാക്കുന്ന മില്ലുകളും മറ്റും കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പോയത് പ്രശസ്തമായ ലാറ ബീച്ചിലേക്കാണ്. അന്റാലിയയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ബീച്ചാണ് ലാറ ബീച്ച്. ലാറ ബീച്ചിൽ നമുക്കൊരു ചെറിയ തുക കൊടുത്ത് ബെഞ്ചും കുടകളൊക്കെ വാടകയ്ക്കെടുക്കാം. ഒന്നും വാടകയ്ക്കെടുക്കാത്ത പബ്ലിക് ബീച്ച് ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയുണ്ട്. കടലിൽ അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. എന്നാലും നമുക്ക് രസകരമായിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. നല്ല കറണ്ട് ഉണ്ട്, അതായത് അടിയൊഴുക്കുണ്ട് കടലിന്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നീങ്ങി ചെല്ലുന്നത് വേറൊരു ഏരിയയിലാണ്. അതായത് ഇന്നത്തെ വൈകുന്നേരം മുഴുവൻ ലാറ ബീച്ചിൽ നമ്മൾ എൻജോയ് ചെയ്തു. അതിമനോഹരമായ അതീവ സുന്ദരമായ ഒരു ദിവസം അങ്ങനെ അവസാനിച്ചു. ഇനി അടുത്ത ദിവസത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.